അവിടെ നിൽക്ക്. ആണ്ടിൽ ഒരിക്കലെങ്കിലും നിന്നെ ഒന്ന് വൃത്തിയായിട്ട് കാണാൻ കിട്ടുന്നുണ്ടല്ലോ. സന്തോഷമായി. ഹരഹരോ ഹരഹര. നിങ്ങളെ ചിരിക്കുന്നത് അത് നോക്ക്. റേഷൻ കടക്കാരൻ കൃഷ്ണന് കള്ളും അടിച്ച് കയറി ചെന്ന് അലമ്പാക്കാൻ വിളമ്പി വെച്ചിരിക്കുന്ന വിഭവസമൃദ്ധമായ സദ്യ കണ്ടോ? ചെറിയ നമ്പ്യാർ എണ്ണിക്കോ. കൊടിയേറി 21 നാൾ ഉത്സവം ഇക്കുറി വേലായുധനെ വീഴ്ത്തിയിരിക്കും. മട്ടാഞ്ചേരിക്ക് അങ്ങ് വന്ന് പൊക്കോട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാവും. ഒരു സന്തോഷ വാർത്ത. ഈ കുറി ഉത്സവ പരിപാടികളുടെ ഭാഗമായി നമ്മുടെ എക്കാലത്തെയും തലവേദനയായ വേലായുധനെ ഒതുക്കാനും അവന്റെ കാല് തല്ലി ഒടിക്കാനും മട്ടാഞ്ചേരിയിൽ നിന്നും 5 മല്ലന്മാരെയാണ് നമ്മൾ ഇറക്കുന്നത്. വേലായുധന്റെ കാലൊടിച്ച് കഴിയുന്നതോടെ മിമിക്രിയും ഗാനമേളയും തുടങ്ങും. അത് മുണ്ടോട്ടര ജനതാ ട്രൂപ്പിന്റെ വക. ജനതാ ട്രൂപ്പ് എന്നൊക്കെ പറയും. അവസാനം ഈ വെള്ളിയെ കൊണ്ട് പാടിക്കും. ഗണേശൻ പാടാതെ ഞാൻ നോക്കിക്കൊള്ളാം. കുറുപ്പിനെ ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. അല്ലടാ രായപ്പ. ഒരു പൊതുപ്രവർത്തകന്റെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യരുത് കൃഷ്ണ. നിങ്ങൾക്കൊക്കെ വേണ്ടി ആ പഞ്ചായത്ത് മട്ടാഞ്ചേരിക്കാരെ കൊണ്ടുവരുന്നത്. നോക്കി നിൽക്കാൻ എഴുതാ ശോക താഴത്തോടി കൃഷ്ണ വക ₹50. എന്റെ എവിടുന്നാ കാശ്? ഒരു 2 റുപ്യ എങ്ങനെ എഴുതിക്കോ. 2 റുപ്യ? ഇപ്പോഴത്തെ വില നിലവാരങ്ങളെ കുറിച്ചൊന്നും ശാന്തയ്ക്ക് അറിയാത്തോണ്ടാ. ഒരാളെ തല്ലി കാലൊടിക്കാനൊക്കെ ഇപ്പൊ എത്രയാ കാശെന്നാ പിടിച്ചു കൂട്ടിലിട്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെ ലോകവിവരം ഉണ്ടാവാനാ? അല്ല, ശാന്തയ്ക്കും വേണ്ട ഒരു മോചനം. അതെ, മട്ടാഞ്ചേരിക്കാരാ വരുന്നത്. അതും 5 പേര്. അത് നിങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ തന്നെ നല്ലൊരു തുക കാണണ്ടേ? നേരിട്ട് ദുരിതം അനുഭവിക്കുന്നവരിൽ നിന്നും 50 റുപ്യ വെച്ച് ഗുണ്ടാ ഫണ്ടിലേക്ക് പിരിക്കാനാ പഞ്ചായത്തിന്റെ തീരുമാനം. ഇത് കാശിന്റെ കാര്യം മാത്രല്ല, ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം കൂടിയാണ്. എന്താ മെമ്പറെ, ഉത്സവത്തിന്റെ പിരിവാ? എന്താ ഇവിടെ പിരിവും പാടില്ലേ? അത് ശരി, കുണ്ടായ്സ. അണ്ണ അണ്ണന്റെ 50 റുപ്യ ഉണ്ടോ? എന്തിനാ 50 റുപ്യ? ഇവരൊന്ന് പറഞ്ഞു വിടാനാ. ഏതായാലും പഞ്ചായത്ത് തീരുമാനിച്ചേ. രസീത് ഇങ്ങ് എത്തിച്ചേക്കാം. ഓ, അവിടെ വാ നോക്കിക്കഥ വാടോ. അല്ല, 50 റുപ്യ നീ പിരിവ് കൊടുത്താണോ? അല്ല, കുറുപ്പിന് കടം കൊടുത്തത്. ഇടി 5 10 ആണേ മനസ്സിലാക്കാം. അണ്ണനെ തല്ലി കാലോടിക്കാൻ 4-5 ആളെ കൊണ്ട് വരുന്നെന്ന്. മട്ടാഞ്ചേരിക്കാരാന്നോ, അവർക്കൊക്കെ വലിയ റേറ്റാന്നൊക്കെയാ പറയുന്നത്. 5 ആള് മട്ടാഞ്ചേരിക്കാര്, എന്നാലും 50 റുപ്യക്ക് മാത്രം വരുമോ? വേഗോട്ടെ വേഗോട്ടെ, ഇറങ്ങി വാ ചേട്ടാ, വേഗോട്ടെ. ഈ വേലായുധൻ ആളെങ്ങനെ സൈസ? അല്ല, 5 ആൾ തികച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. 5 പേരെ കൊണ്ടുവരുന്നെന്നും പറഞ്ഞ പഞ്ചായത്ത് പിരിവിടുന്നത് മെമ്പർക്ക് കാശടിക്കാനുള്ള ഒരു പണിയാ. അപ്പൊ നമ്മളൊക്കെ പഞ്ചായത്താണല്ലേ, സർക്കാർ പരിപാടി അതിന്റെ പേരില് ഫുഡൊക്കെ നന്നായിരിക്കും അല്ലേ? സർക്കാർ അതാര്? അത് പറഞ്ഞപ്പോൾ ഓർത്തത്, തല്ലിന് പോണെങ്കിൽ ചെറായി പോണം. കള്ളും കരിമീനും കഴിച്ച മനുഷ്യൻ പണ്ടറങ്ങി പോവും. ആ, ഈ കടവ് കടന്ന മുള്ളംകൊല്ലിയായി. നിങ്ങളിരുന്നോ, ഇത് ഞാൻ പോയിക്കോളാം. വേലായുധന്റെ കാല് തല്ലി ഓടിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നും അല്ല, പിന്നെ ഇതിൽ ഇടപെടണ്ടെന്ന് ചെറിയ നമ്പ്യാര് പറഞ്ഞിട്ടാ ഞാൻ വിട്ടത്. ഒന്ന് വേഗമാണോ, ഒരു വയസ്സൻ കാക്കയാ ഇവിടുത്തെ തുഴക്കാരൻ. നീന്താൻ പോവാ? ഒരു ചൊറിച്ചില് ബസ്സിലിരുന്നേന്റെയാ. മാന്തിക്കണ്ട, മാന്തിക്കോ. ഇതാരൊക്കെയാ കീരിയ വിരുന്നുകാര്? നിന്റെ ബന്ധുക്കളാ? അതെ, ഉത്സവം കാണിക്കാൻ കൊണ്ടുവന്നായിരിക്കും. വാ കേറ്. എല്ലാരും കയറിയോ കയറിയോ. എനിക്ക് സൈഡ് സീറ്റ് വേണം, കാറ്റ് വേണം. ഇവിടെ ഇരിക്കാം. വാ. എന്നെ തന്നെ ഞാൻ പറ്റിച്ചു. കീരിയുടെ അമ്മോന്റെ അമ്മായിയുടെ ഒക്കെ മക്കളായിരിക്കും അല്ലേ? അതെ. ഇവനെ മാത്രം കീരിയുടെ ബന്ധുവാന്ന് കണ്ടാ പറയൂല. അത് ഞാൻ മസൽ ലൂസാക്കി പിടിച്ചിട്ടാ.
മസിലി ലൂസാക്കി പിടിച്ചിട്ടാ. ആ ചിലപ്പോ അതായിരിക്കും. പേരെങ്ങനെ? രാജൻ, ഇടിമുട്ടി രാജൻ. ഹോ, പേര് കേട്ട ആരും ഒന്ന് ഞെട്ടിപ്പോവും കേട്ടോ. പേര് കിട്ടിയത് എല്ലാവരും ഒന്ന് സഹകരിക്കണം. കണ്ടു കഴിഞ്ഞവർ കാണാനുള്ളവർക്ക് അവസരം കൊടുക്കൂ പ്ലീസ്. ഇതെന്താ പറഞ്ഞ മനസ്സിലാവില്ല. ചവിട്ടില്ലേ അവര് ഭക്ഷണം എല്ലാവർക്കും കാണാനുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സംയമനം പാലിക്കൂ. എല്ലാവരും വയറു നിറച്ച് കഴിച്ചല്ലോ, സന്തോഷമായല്ലോ. ഒരു പൊറോട്ട അരക്കറിയും കൂടി. ഗുണ്ട ഒന്നിന് 3 പൊറോട്ടയും 1 കറിയും ആ പഞ്ചായത്ത് വകയിരുത്തിയത്. ഇപ്പൊ 8 പൊറോട്ടയും 3 കറിയായി. ഇനിയും വേണ്ടി വരുമോ? ഫുഡ് മോശമായ ഇടിയുടെ വെയിറ്റ് കുറയും. അതാ പ്രശ്നം. മെമ്പറെ അടി വന്നാണ് കേട്ടോ, അത് ഉറപ്പാ. അതന്നെ കയ്യും കാലൊടിച്ചൊരു മൂലക്കാക്കണം. ഇനി ഞമ്മത്തിലെ വണ്ടിട്ട് നടക്കണം. എന്താ ഇവിടെ ഒരു കോള്? മട്ടാഞ്ചേരിന്ന് കൊണ്ടുവന്ന ഗുണ്ടകൾക്ക് തീറ്റ കൊടുക്കുക. ഓ, പഞ്ചായത്തിന്റെ പരിപാടിയാ. ഞാനും 50 രൂപ കൊടുത്തതാ. നോക്കട്ടെ. ഇനിയും വേണ്ടി വരുമോ? ഇനി ഒരു 1 അവർ കഴിഞ്ഞിട്ട് കഴിച്ചാ മതി. ഓ, ഇത് വീണ്ടും അടിക്കേണ്ടി വരും. എന്തൊരു തീറ്റ. മട്ടാഞ്ചേരിക്കാർ ഒറിജിനൽ തന്നെയാണോ മെമ്പറെ? ഒറിജിനലാണോ കുന്നംകുളമാണോ എന്ന് പോയി മണപ്പിച്ച് നോക്ക് പോ. വീരബാബു ഏറ്റവും നന്നായത് അല്ലേടി? വീരബാബു അല്ലടി കോന്തി, വീരബാഹു. സുബ്രഹ്മണ്യന്റെ സേനാനായകൻ. ഇത് ശൂരപത്മാസുരൻ, അത് താരകാസുരൻ. ഓ, അതൊക്കെ എനിക്കറിയാം. ഓ, വാ. അങ്ങോട്ട് നോക്കടി. മാന്യനായൊരു വായി നോക്കി. നിനക്കറിയുന്ന ആളാ? നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. അതടി സുന്ദരി കുട്ടികൾക്കുള്ള ഒരു മെച്ചം. എവിടെ ചെന്നാലും നോക്കാൻ ആളുണ്ടാവും. അയ്യടി, ചുന്ദരിക്കോതെ കണ്ടാ മതി. നിന്നെ തന്നെ നോക്കണേ. ജാതി എന്താന്ന് ചോദിക്കണോ? കുഴപ്പമൊന്നുമില്ല, കണക്ക് ചോദിക്കാം. നമുക്ക് പോലീസുകാർ കുറച്ചുകൂടെ വേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ വിളിച്ചു പറഞ്ഞാലേ കിട്ടൂ. ഏയ് മുള്ളംകൊല്ലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള സ്ഥലമല്ല. ആ സാറിക്കാർക്ക് ആദ്യമായിട്ടാണല്ലേ? പുറത്തുനിന്നുള്ള ആൾക്കാര് ധാരാളം വരുന്നുണ്ടല്ലേ? ഇതൊന്നല്ല, രാത്രി ഗാനമേള തുടങ്ങാനാകുമ്പോ ഇനിയും ആള് കൂടും. ഇവിടെ ആരാ ഒരു വേലായുധൻ?